അടുത്ത ടോപ്പിക് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ബോണസ് ഷെയർസ്. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയറിന്റെ എണ്ണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ദെൻ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, ഇഷ്യൂ ചെയ്യേണ്ട ബോണസ് ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്, കമ്പനിക്കകത്ത് ഓൾറെഡി എത്ര ഷെയർ ഉണ്ടോ അത് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ വൈ. അതായത് എക്സ് ഇസ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ് ഫോർ എവറി വൈ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്. ഓരോ വൈ നമ്പർ ഓഫ് ഷെയർസിനും എക്സ് നമ്പർ ഓഫ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അതായത് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ എന്നുള്ളത് 3:4 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഓരോ 4 ഷെയറിനും 3 ബോണസ് ഷെയർ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഒരു 8 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 6 ബോണസ് ഷെയർ കിട്ടും. എന്റെ കയ്യിൽ ഒരു 12 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 9 ബോണസ് ഷെയർ കിട്ടും. ഓരോ 4 ഷെയറിനും 3 ബോണസ് ഷെയർ വീതം കിട്ടും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്കകത്ത് ഓൾറെഡി ഉള്ള ഷെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ബോണസ് ഷെയറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:5 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഓരോ 5 ഷെയറിനും എത്ര ബോണസ് ഷെയർ ഉണ്ട്? 2 ബോണസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യും. സോ എന്റെ കയ്യിൽ 10 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ബോണസ് ഷെയർ കിട്ടും? 2ന്റെ ഇരട്ടി 4 ബോണസ് ഷെയർ കിട്ടും. ഓരോ 5 ഷെയറിനും 2 ബോണസ് ഷെയർ എന്നുള്ള രീതിയിലാണ്. സോ എങ്ങനെയാണ് നമ്പർ ഓഫ് ബോണസ് ഷെയർസിന്റെ എണ്ണം കാണുന്നത്? നമ്പർ ഓഫ് ബോണസ് ഷെയർ കേട്ടോ. നമ്പർ ഓഫ് ബോണസ് ഷെയർ ഈസ് ഈക്വൽ ടു 5 ലക്ഷം നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഇൻറ്റു എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ് ബൈ 5. കാരണം 2:5 ആണ് നമ്മുടെ റേഷ്യോ. അപ്പൊ എത്ര കിട്ടും? 2 ലക്ഷം ബോണസ് ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഓരോ 5 ഷെയറിനും 2 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 5 ലക്ഷം ഷെയർ കമ്പനിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ടോട്ടൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഇനി നമുക്ക് ബോണസ് ഷെയറിന് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ബോണസ് ഷെയർ പാറിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. എക്സ് ലിമിറ്റഡിന് 5 ലക്ഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. വിച്ച് മീൻസ് ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത് 50,000 ആയിരിക്കും. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 50,000 ഷെയർ. അങ്ങനെയാണ് ടോട്ടൽ 5 ലക്ഷം പെയ്ഡ് ക്യാപിറ്റൽ വന്നത്. കമ്പനി എന്ത് ഡിസൈഡ് ചെയ്തു? കമ്പനിയുടെ അക്യുമുലേറ്റഡ് റിസർവിൽ 1,25,000 കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് 80,000 ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? ബൈ ഇഷ്യൂയിങ് ദി ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് റിസർവ് ക്യാപിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തന്നെ കേട്ടോ. അപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ 80,000 ആണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് 80,000 വാല്യൂ ഉള്ള ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 10 രൂപയാണ് ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എങ്കിൽ എങ്ങനെയായിരിക്കും? 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 8,000 ബോണസ് ഷെയർ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. പാറിന് ഇഷ്യൂ ചെയ്യുമ്പോൾ 2 ജനറലാണ് വരിക. ആദ്യം നമ്മൾ ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, അതായത് റിസർവിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റിസർവ് അക്കൗണ്ട് അപ്റ്റർ അതിൽ നിന്ന് എടുത്തു ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അക്കൗണ്ടിലോട്ട് മാറ്റി വെച്ചു. ദെൻ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആപ്റ്റ് ടു ഷെയർ ക്യാപിറ്റലോട്ട് ആ ഒരു എമൗണ്ട് മാറ്റി. ഇനി നമുക്ക് ബോണസ് ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ ബി ലിമിറ്റഡിന് 20 ലക്ഷം വാല്യൂ ഉള്ള ഷെയർ ക്യാപിറ്റലുണ്ട്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ എത്ര ഷെയർ ഉണ്ടായിരിക്കും? 2 ലക്ഷം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ലക്ഷം ഇക്വിറ്റി ഷെയർ. അങ്ങനെയാണ് ടോട്ടൽ 20 ലക്ഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ എമൗണ്ട് വന്നത്. കമ്പനി എന്ത് ഡിക്ലെയർ ചെയ്യാണ്? കമ്പനിയുടെ റിസർവിൽ 8 ലക്ഷം കിടക്കുന്നുണ്ട്. സോ ഈ 8 ലക്ഷത്തിൽ നിന്ന് ബോണസ് ഇഷ്യൂ ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്യാണ്. അപ്പൊ എത്രയാണ് ഇഷ്യൂ ചെയ്യുന്ന ബോണസിന്റെ എമൗണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ബോണസ് എങ്ങനെ പേ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വിറ്റി ഷെയറിന് 10 രൂപയാണ് ഫേസ് വാല്യൂ, 2 രൂപ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ബോണസ് ഇഷ്യൂവിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എ ഷെയർ ഫോർ എവറി 4 ഷെയർസ് ഹെൽഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഓരോ 4 ഷെയറിനും ഒരു ബോണസ് ഷെയർ. 4 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ബോണസ് ഷെയർ. ഓക്കെ, അപ്പോൾ ഓരോ 4 ഷെയറിനും ഒരു ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:4 ആണ്. ബോണസ് ഷെയർ അലോട്ട് ചെയ്യുന്ന ദിവസം മാർക്കറ്റിലെ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 രൂപയാണ്. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിസർവിൽ നിന്ന് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് മാറ്റി വെക്കണം. പക്ഷെ നമുക്കറിയില്ല എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ബോണസിന്റെ എമൗണ്ട് എന്നുള്ളത്. സോ നമ്മൾ ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്യണം. എമൗണ്ട് നീഡഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ്. ബോണസ് ഇഷ്യൂ ചെയ്യാൻ എത്ര എമൗണ്ട് ആണ് ആവശ്യമുള്ളത്? അതല്ലേ നമ്മൾ റിസർവ് നിന്ന് മാറ്റി വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ 2 രൂപ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. എത്രയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയറിന്റെ എണ്ണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു റേഷ്യോ. എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്തത്? 2 ലക്ഷമാണ്. 10 രൂപയാണ് ഒന്നിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ എത്ര ഷെയർ ഉണ്ട്? 20 ലക്ഷമാണ് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട്. 10 ആണ് ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ എത്ര ഷെയർ ഉണ്ടാവും? 20 ലക്ഷം ഡിവൈഡ് ബൈ 10, 2 ലക്ഷം ഇക്വിറ്റി ഷെയർ. അപ്പോൾ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷമാണ്. ഇൻറ്റു റേഷ്യോ 1/4 ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 50,000 കിട്ടും. സോ കമ്പനി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബോണസ് ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ആണ്.
സോ 50,000 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് വേണം? ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്, പ്ലസ് 2 രൂപ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്ര വേണം? 50,000 ഇൻറ്റു 10 പ്ലസ് 2 12. 50,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ ടോട്ടൽ 6 ലക്ഷം എമൗണ്ട് വേണം. അതായത് 6 ലക്ഷം എമൗണ്ട് നമ്മൾ റിസർവിൽ നിന്ന് എടുത്തിട്ട് എങ്ങോട്ട് മാറ്റി വെക്കണം? ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി വെക്കണം. അതിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 50,000 ഇൻറ്റു 10 ഫേസ് വാല്യൂ എത്രയേ മാറ്റുള്ളൂ? 5 ലക്ഷം മാറ്റുള്ളൂ. ബാക്കി 50,000 ഇൻറ്റു 2 1 ലക്ഷം എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാ മാറ്റുക? സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലോട്ടാണ് 1 ലക്ഷം മാറ്റുക. ഇത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ ബോണസ്. ദെൻ നമ്മൾ ഇത് റിസർവ് മാറ്റി വെക്കുന്ന സമയത്ത് റിസർവ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നമ്മൾ മാറ്റി വെച്ച എമൗണ്ട് റിസർവിൽ നിന്ന് എടുത്തിട്ട് ദെൻ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് 6 ലക്ഷം അതിന് എടുത്തു. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ്? 50,000 ആണ്. 50,000 ഇൻറ്റു ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 ആണ്, 5 ലക്ഷം. ദെൻ ഇവിടെ ആകുമ്പോൾ എത്ര വരും? സെക്യൂരിറ്റി പ്രീമിയം 50,000 ഷെയർ ആണ് ഇൻറ്റു ഒരു ഷെയറിന്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 50,000 ഇൻറ്റു 2 1 ലക്ഷം നമ്മൾ പ്രീമിയം ആയിട്ട് മാറ്റി വെച്ചു. ഓക്കെ. ദെൻ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, മാർക്കറ്റിൽ എത്രയാണ് പ്രൈസ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കമ്പനി അതിന്റെ ഫേസ് വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, 10 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. മാർക്കറ്റിൽ എത്രയാണ് വില എന്നുള്ളത് നമ്മൾ എന്തിനാവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല.